Hi, this is Naveen Kumar. A leader is one who goes the way, shows the way and leads the way. ഒരു വഴി കാണിക്കുകയും ആ വഴിയിലൂടെ നടക്കുകയും ആ വഴിയിൽ ആളുകളെ നയിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നേതാവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നാം എല്ലാവരും ജീവിതത്തിന്റെ പല മേഖലകളിലെ ലീഡേഴ്സാണ്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലായിരിക്കാം, അതല്ലെങ്കിൽ സമൂഹത്തിലായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ജോലിയിലായിരിക്കാം. നാം എല്ലാവരും ലീഡേഴ്സാണ് ഒരു വിധേന അല്ലെങ്കിൽ മറ്റൊരു വിധേന. അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് സ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതേപോലെയുള്ള സെൽഫ് ഹെൽപ്പ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്തൊക്കെയാണ് നമ്മുടെ ലീഡർഷിപ്പ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? നമ്പർ 1, ബി പാഷനേറ്റ്. ചെയ്യുന്ന കാര്യങ്ങൾ അഭിനിവേശത്തോടുകൂടി ചെയ്യുക. മറ്റുള്ള ഏതൊരു വ്യക്തി ചെയ്യുന്നതിലും കൂടുതൽ അഭിനിവേശത്തോടുകൂടി ആവേശത്തോടുകൂടി ആ കാര്യം ചെയ്യാൻ തയ്യാറാവുക. കാരണം നമ്മൾ അത്തരത്തിലൊരു കാര്യത്തെ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ മറ്റുള്ള ഒരുപാട് പേർക്ക് അത് പ്രചോദനകരമായി മാറും. നമുക്ക് ചുറ്റുമുള്ള ടീമിലെ ഓരോ വ്യക്തിക്കും നാം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പ്രചോദനം നൽകുകയാണെങ്കിൽ അവർക്കും അവരുടെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒന്നാമതായി ബി പാഷനേറ്റ് അല്ലെങ്കിൽ അഭിനിവേശത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മികച്ച ഒരു നേതാവിന് വേണ്ട ക്വാളിറ്റി. പല നേതാക്കന്മാരെയും എടുത്തൊന്ന് പരിശോധിച്ച് നോക്കൂ. അവരൊക്കെ തന്നെ പാഷനേറ്റ് ആയി മുൻപോട്ട് പോയ ആളുകളാണ്. കൃത്യമായി ഒരു ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം കാണുകയും ആ ഗോളിലേക്ക് എത്തിച്ചേരും വരെ പാഷനേറ്റ് ആയി തന്നെ വീണ്ടും വീണ്ടും ശ്രമിക്കുകയും ചെയ്ത ആളുകളാണ് മികച്ച നേതാക്കൾ. ടീമിലുള്ള എല്ലാ ആളുകളും തളരുന്ന സമയത്തും അവർക്ക് യാതൊരു രീതിയിലും അവരുടെ പാഷനിൽ ഒരു കുറവുണ്ടാവാറില്ല. അവർ എത്ര കണ്ട് ബുദ്ധിമുട്ട് പേഴ്സണലായോ മറ്റുള്ള രീതിയിലോ അനുഭവിക്കുകയാണെങ്കിലും എത്തിച്ചേരേണ്ട ഗോളിലേക്ക് എത്തിച്ചേരാനായി പാഷനേറ്റ് ആയ രീതിയിൽ വീണ്ടും വീണ്ടും ശ്രമിക്കാൻ തയ്യാറാവാറുണ്ട്. ഇത്തരത്തിൽ ഒരു പാഷനേറ്റ് ആയ വ്യക്തിയായി മാറുക എന്നുള്ളതാണ് ഒന്നാമതായി മികച്ച നേതാവായി മാറാൻ നാം ചെയ്യേണ്ടത്. എങ്ങനെ നമ്മുടെ പാഷനെ കണ്ടെത്താം, ആ പാഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വിജയിക്കാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനെ കൃത്യമായി കണ്ടെത്താനും അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു മികച്ച നേതാവായി മുൻപോട്ട് പോകാനും സഹായകരമാകും. സ്റ്റെപ്പ് നമ്പർ 2, അണ്ടർസ്റ്റാൻഡ് യുവർ സ്ട്രെങ്ത് ആൻഡ് യൂസ് ഇറ്റ്. എല്ലാ വ്യക്തിക്കും അവൻ്റെതായ ഒരു സ്ട്രെങ്ത് ഉണ്ട്. എന്താണ് ആ സ്ട്രെങ്ത് എന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുക. ഒരു മികച്ച നേതാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന് തന്റെ സ്ട്രെങ്ത് ഏതൊക്കെയാണെന്നും വീക്ക്നെസ് ഏതൊക്കെയാണെന്നും കൃത്യമായി അറിയാം എന്നുള്ളത് തന്നെയാണ്. എന്താണ് നമ്മുടെ സ്ട്രെങ്ത്, എവിടെയാണ് നമുക്ക് ഭംഗിയായി കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത്, അത് തിരിച്ചറിയുക. തുടർച്ചയായ രീതിയിൽ ആ സ്ട്രെങ്ത് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വർക്ക് ചെയ്യുമ്പോൾ നാം പോലും അറിയാതെ ആ സ്ട്രെങ്തിന്റെ കാര്യത്തിൽ നാം ഒരു മാസ്റ്ററായി മാറും. ഈ മാസ്റ്ററി നമ്മുടെ ടീമിനെ കൃത്യമായി നയിച്ചുകൊണ്ട് ലക്ഷ്യത്തിൽ എത്തിച്ചേർക്കാനായി സഹായകരമായി മാറുകയും ചെയ്യും. ഐഡന്റിഫൈ യുവർ സ്ട്രെങ്ത്. കൃത്യമായ രീതിയിൽ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അത് നിങ്ങളുടെ ടീമിനും നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും വേണ്ടി ഉപയോഗിക്കുക. സ്ട്രെങ്ത് കണ്ടെത്തുന്നതിനോടൊപ്പം അത്ര തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് വീക്ക്നെസ് കണ്ടെത്തുന്നതെന്നും നാം ഇപ്പോൾ പറഞ്ഞു. വീക്ക്നെസ് കണ്ടെത്തി കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് കൂടുതലായി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന മേഖലകളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മേഖലകളിൽ വർക്ക് ചെയ്ത് ആ വീക്ക്നെസ്സിനെ ഓവർകം ചെയ്യാൻ കൂടി വേണ്ടി കുറച്ച് സമയം നാം കണ്ടെത്തുക. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്ട്രെങ്തിനെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുക, ഉപയോഗിക്കുക. വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ കവർ ചെയ്യാനുള്ള സ്ട്രാറ്റജികൾ അവലംബിക്കുക. മൂന്നാമതായി ഒരു മികച്ച നേതാവാകാൻ നാം ചെയ്യേണ്ടത് അഡ്മിറ്റ് വെൻ യു ഫെയിൽ ആൻഡ് മൂവ് ഓൺ. എവിടെയാണോ നിങ്ങൾക്ക് എറേഴ്സ് സംഭവിക്കുന്നത്, എവിടെയാണോ നിങ്ങൾക്ക് തെറ്റുകൾ സംഭവിക്കുന്നത്, അത് അഡ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അംഗീകരിക്കാൻ തയ്യാറാവുക. കാരണം അത് അംഗീകരിച്ചാൽ മാത്രമേ നമുക്കതിനെ കവറപ്പ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അംഗീകരിച്ചില്ലെങ്കിൽ എന്നും ആ ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകുന്ന ആ പർട്ടിക്കുലർ ട്രേറ്റ്സ് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയ രീതിയിൽ ഒരുപക്ഷെ നാം ചെയ്തു എന്ന് വരാം. അതുകൊണ്ട് കൃത്യമായി അഡ്മിറ്റ് ചെയ്യുക, എവിടെയൊക്കെയാണ് നമുക്ക് എറേഴ്സ് സംഭവിക്കുന്നതെന്ന്, അതിനെ കവർ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകാൻ തയ്യാറാവുക. ഒരു സത്യത്തെ തിരിച്ചറിയുക, ലോകത്ത് ഒരു വ്യക്തിയുമില്ല തോൽവികൾ ജീവിതത്തിൽ ഉണ്ടാവാത്തവരായി. അതുകൊണ്ട് തന്നെ തോൽവി സംഭവിക്കുന്നതോ അല്ലെങ്കിൽ തെറ്റ് പറ്റുന്നതോ ഒന്നും തന്നെ വലിയൊരു കുറ്റമല്ല. അതിനെ അംഗീകരിച്ച് ക്ലിയർ ചെയ്യാതിരിക്കുന്നതാണ് തെറ്റ്. തീർച്ചയായും തനിക്ക് പറ്റുന്ന തെറ്റുകൾ അംഗീകരിച്ചുകൊണ്ട് ക്ലിയർ ചെയ്യുന്ന ഒരു നേതാവാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ ടീമിലുള്ള ആളുകളൊക്കെ വളരെ ഓപ്പൺ ആയിരിക്കും. എല്ലാ കാര്യങ്ങളും ഈ നേതാവിനോട് സംസാരിക്കാൻ തയ്യാറാകും. അതുകൊണ്ട് തന്നെ എന്ത് ഗോളിലേക്കാണോ എത്തിച്ചേരേണ്ടത് ആ ഗോളിലേക്കുള്ള യാത്ര കുറച്ചുകൂടി ഈസി ആയി മാറും. കാരണം ടീമിലുള്ള ആളുകളും അവർക്ക് സംഭവിക്കുന്ന തെറ്റ് അംഗീകരിക്കാനും അതിനെ ക്ലിയർ ചെയ്യാനും മടി കാണിക്കില്ല. കാരണം നേതാവ് അത്തരത്തിൽ പെരുമാറുന്ന ഒരു വ്യക്തിയാണല്ലോ. നാലാമതായി ഒരു ലീഡർക്ക് വേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് മോട്ടിവേറ്റ് അതേഴ്സ്.
തനിക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ തയ്യാറാവുക. എത്ര മോശപ്പെട്ട സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഒരു മികച്ച നേതാവ് ഒരു എനർജി ബാങ്ക് ആയിരിക്കും. ചുറ്റുമുള്ള ആളുകളിലേക്ക് ഒരു എനർജി കൊടുക്കാൻ തയ്യാറാവുന്ന വ്യക്തിയായിരിക്കും മികച്ച ഒരു നേതാവ്. നിങ്ങളൊരു മികച്ച നേതാവാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബി ആൻ എനർജി ബാങ്ക്. എന്തൊക്കെ സംഭവിക്കുന്ന സാഹചര്യത്തിലും പോസിറ്റീവായ രീതിയിൽ ടീമിലുള്ള ആളുകളോട് സംസാരിക്കാൻ തയ്യാറാവുന്ന മനോഭാവത്തെ ബിൽഡ് ചെയ്യുക. മികച്ച നേതാക്കന്മാർക്കെല്ലാം ഈ ഒരു ക്വാളിറ്റി ഉണ്ട്. തന്റെ ടീമിലുള്ള ആളുകളൊക്കെ തന്നെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അവരെ എനർജി കൊടുത്തുകൊണ്ട് മുൻപോട്ട് നയിക്കാൻ കപ്പാസിറ്റി ഉള്ളവർ കൂടിയാണ് മികച്ച നേതാക്കന്മാർ. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ഒരുപക്ഷെ ചിലപ്പോൾ നെഗറ്റീവായ ഒരുപാട് കാര്യങ്ങളായിരിക്കാം നമ്മളോട് പറയുന്നത്. ആ നെഗറ്റീവായ കാര്യങ്ങൾ കേൾക്കുകയും ആ കേട്ട കാര്യങ്ങളെ പോസിറ്റീവായ മറ്റൊരു പെർസ്പെക്റ്റീവിലൂടെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് മികച്ച നേതാവ്. അദ്ദേഹത്തിന്റെ റോ മെറ്റീരിയൽസ് എന്താണെങ്കിലും അദ്ദേഹം പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോസിറ്റീവായ സൊല്യൂഷൻസ് ആയിരിക്കും. അത്തരത്തിൽ ടീമിലുള്ള ഓരോ വ്യക്തിയെയും ഇൻസ്പയർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും മനഃപൂർവ്വമായി ശ്രമം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് മികച്ച നേതാവ്. നേതാവിന്റെ ഓരോ പ്രവൃത്തികളും ടീമിലുള്ള ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന തലത്തിലേക്ക് മാറിയാൽ വളരെ മികച്ച ഒരു നേതാവായി മാറാൻ നമുക്ക് ഏവർക്കും സാധിക്കും. ഒരു മികച്ച നേതാവാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഞ്ചാമതായി നാം സംസാരിക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് അപ്രീഷിയേറ്റിംഗ് യുവർ ടീം മെമ്പേഴ്സ്. ടീമിലുള്ള ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങുക. അവരൊരു നല്ല കാര്യം ചെയ്താൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. കൂടാതെ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുന്നതും ഒരു തരത്തിൽ അപ്രീസിയേഷൻ ആണ്. എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്ന സമയത്ത് ടീമിലുള്ള ആളുകളുമായി ഡിസ്കസ് ചെയ്യാൻ തയ്യാറായാൽ അതൊരു തരത്തിൽ അപ്രീസിയേഷൻ ആണ്. ടീമിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും ഈക്വലായി ട്രീറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്താൽ അതും എല്ലാവരോടും നാം ചെയ്യുന്ന ഒരു തരത്തിലുള്ള അപ്രീസിയേഷൻ ആണ്. ടീമിലുള്ള ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വഴി അവർ അവരുടെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ തയ്യാറാവും. അതുകൊണ്ട് തന്നെ എന്താണോ ലീഡർ മനസ്സിൽ കാണുന്ന ഗോൾ, ആ ഗോളിലേക്ക് ടീമിനോടൊപ്പം എത്തിച്ചേരാൻ പെട്ടെന്ന് സാധ്യമാവുകയും ചെയ്യും. ആയതുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺഗ്രാജുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ലീഡറെ സംബന്ധിച്ച് തന്റെ ഹാബിറ്റ് ആക്കി മാറ്റേണ്ട ഒരു കാര്യമാണ്. സ്റ്റാർട്ട് ദ ഹാബിറ്റ് ഓഫ് അപ്രീസിയേഷൻ. ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഹാബിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ നമുക്കുള്ളിലെ ആ മികച്ച ലീഡറെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. മികച്ച ഒരു നേതാവായി മാറാൻ നാം ചെയ്യേണ്ട 5 കാര്യങ്ങളെ ഞാൻ ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യുകയാണ്. നമ്പർ 1, ബി പാഷനേറ്റ്. ചെയ്യുന്ന കാര്യങ്ങൾ ഒരു അഭിനിവേശത്തോടു കൂടി ചെയ്യുക. ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ നാം ആ കാര്യം ചെയ്യുന്ന കാണുമ്പോൾ ഒരു പ്രചോദനം ഉണ്ടാവട്ടെ. സ്റ്റെപ്പ് നമ്പർ 2, അണ്ടർസ്റ്റാൻഡ് യുവർ സ്ട്രെങ്ത് ആൻഡ് യൂസ് ഇറ്റ്. നിങ്ങളുടെ കരുത്തുകൾ എവിടേക്കാണുള്ളതെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുക, അതിനെ മനസ്സിലാക്കുക, ടീമിനും നമ്മുടെ ഗോളിൽ എത്തിച്ചേരാനും വേണ്ടി അത് ഉപയോഗിക്കുക. സ്റ്റെപ്പ് നമ്പർ 3, അഡ്മിറ്റ് വെൻ യു ഫെയിൽ ആൻഡ് മൂവ് ഓൺ. തെറ്റുപറ്റുമ്പോൾ അംഗീകരിക്കുക, തിരുത്തുക, പെട്ടെന്ന് തന്നെ മുൻപോട്ട് പോകാൻ തയ്യാറാവുക. സ്റ്റെപ്പ് നമ്പർ 4, മോട്ടിവേറ്റ് അതേഴ്സ്. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ പ്രചോദനത്തിലൂടെ ഉയർത്തിയെടുക്കാനും മുൻപോട്ട് ശക്തമായ രീതിയിൽ പോകാനുള്ള ഒരു എനർജി കൊടുക്കാനും നാം തയ്യാറാവുക. സ്റ്റെപ്പ് നമ്പർ 5, സ്റ്റാർട്ട് ദ ഹാബിറ്റ് ഓഫ് അപ്രീഷിയേറ്റിംഗ് പീപ്പിൾ. നമുക്ക് ചുറ്റുമുള്ള ഓരോ ടീം മെമ്പേഴ്സിനെയും അപ്രീഷിയേറ്റ് ചെയ്യാൻ തയ്യാറാവുക. നല്ലൊരു കാര്യം ചെയ്യുന്ന ടീം മെമ്പറിനെ റെക്കഗ്നൈസ് ചെയ്യുക. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഏത് ലക്ഷ്യമാണെങ്കിലും ഒരു ടീമിനോടൊപ്പം നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. Thank you for watching this video. Wishing you all the very best. NK signing off.